ശേഷം UN നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം ഈ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ, സാമൂഹിക മേഖലയിൽ വരുന്ന പദപ്രയോഗങ്ങൾ, ഇതൊക്കെ വെറുതെ ഒരു സൗന്ദര്യബോധം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വരുന്ന വാക്കുകളല്ല, അല്ല നല്ല ആകർഷകമായ പേരുകൾ വെറുതെ കോയിൻ ചെയ്യുന്നതല്ല. വലിയ അളവിൽ പണം ചെലവഴിച്ച് ഗവേഷകരെ വെച്ച് ഗവേഷണം നടത്തി കണ്ടെത്തുന്ന സംഗതികൾക്ക് പേരുകൾ ഇടുകയാണ് ചെയ്യുന്നത്. നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത്, നോളജ് എക്കോണമി എന്ന് പറയുന്നതൊക്കെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സമൂഹം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ, ആ സവിശേഷതകൾ എന്തുകൊണ്ടാണ് ഇപ്പം ചർച്ച ചെയ്യുന്നത്? പണ്ട് നമ്മൾ പറയാറുണ്ട് ഇൻഫർമേഷൻ ഈസ് വെൽത്ത്. ഈ അറിവിനെക്കുറിച്ച് പറയുമ്പോൾ ഡാറ്റ പ്രോസസ്സ് ചെയ്താൽ ഇൻഫർമേഷൻ കിട്ടും എന്നാണ്. ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് നോളജ് കിട്ടും. നോളജ് പ്രോസസ്സ് ചെയ്താലാണ് വിസ്ഡം കിട്ടുന്നത്. അപ്പോൾ ഈ ഡാറ്റയിൽ നിന്ന് നേരിട്ട് നോളജിലേക്ക് എത്താൻ മാത്രം ടെക്നോളജി എത്തിക്കഴിഞ്ഞു. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഓരോ വ്യക്തികളും ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇൻഫർമേഷൻ ഈസ് വെൽത്ത് എന്നത് ഇന്ന് ഇൻഫർമേഷൻ അല്ല വെൽത്ത്. ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് നോളജ് ഉണ്ടാക്കി അത് ഉപയോഗപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ നോളജ് സൊസൈറ്റി. അങ്ങനെയുള്ള എക്കണോമീസിനെ ഇനി മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാത്ത എക്കണോമീസിന് എന്താ സംഭവിക്കുക? അത് പഴയ ഒരു ജാതി വ്യവസ്ഥയുടെ ആധുനിക രൂപമായിട്ട് മാറും. അതായത് ഇത്തരം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്കിൽസും അല്ലെങ്കിൽ കപ്പാസിറ്റീസും വികസിപ്പിച്ചെടുക്കാനാവാതെ പോയ സൊസൈറ്റികൾ ഏറ്റവും താഴേക്കിടയിൽ കിടക്കും. അപ്പോൾ അതിന് പകരം കേരളത്തിനെ ഒരു വിജ്ഞാന സമൂഹമാക്കണം, നോളജ് സൊസൈറ്റി ആക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും അതിനുവേണ്ട പണികൾ എടുക്കുകയും ചെയ്തു. ആധുനിക കാലത്തിന് യോജിച്ച പുതിയ കോഴ്സുകൾ അനുവദിക്കാൻ തീരുമാനിച്ചു. ആ കോഴ്സുകൾ അനുവദിക്കുമ്പം തന്നെ എല്ലാ 60% തെക്കൻ ജില്ലകളിൽ. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ തുടരുന്ന അതേ പണി വീണ്ടും ആവർത്തിക്കുന്നു. കഴിഞ്ഞ 2020 നടന്ന ആ ഒരു സംഭവമാണ് മലബാർ എഡ്യൂക്കേഷൻ്റെ പിറവിയിലേക്ക് നയിച്ചത്. മലബാർ എഡ്യൂക്കേഷൻ ഇടപെട്ട് 13ഓളം കോഴ്സുകൾ കൂടി അധികം മലബാറിലേക്ക് വന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകളും നല്ല കാര്യങ്ങളുടെ ക്രെഡിറ്റ് എടുക്കലും ഇത് മാത്രം നടന്നാൽ മതിയോ? രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണവ്യവസ്ഥയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഈ കാര്യത്തിൽ മലബാറിലെ ജനങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ്. സർക്കാർ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ ഉൾപ്പെടെയുള്ളതാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ബോധം തെക്കൻ ജില്ലക്കാർക്കുണ്ട്. മലബാറുകാരുടെ വിചാരം അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യേണ്ട ആളുകളാണ് നമ്മളെന്നാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് വരുമ്പോൾ നമ്മൾ ആദ്യം പിരിവെടുത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൊറോണ വരുമ്പോൾ മാസ്ക് വാങ്ങാൻ പൈസ കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ പൈസ കൊടുക്കേണ്ട എന്തോ ഒരു വിഭാഗമാണ് ഗവൺമെൻറ് എന്നാണ്. ജോസ് സെബാസ്റ്റ്യൻ സാർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോസ് സെബാസ്റ്റ്യൻ സാർ പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം എല്ലാത്തിലും കാണാം. ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 80% ഈ തെക്കൻ ജില്ലകളിലാണ്. 80% ഓഫ് ട്രഷറി മണി ഗോസ് ടു ദോസ് ഡിസ്ട്രിക്ട്സ്. അതേസമയത്ത് നമ്മൾ പഴയ ഗൾഫ് ബൂമിൻ്റെ ഒക്കെ കാലത്ത് കേരള എക്കോണമിയിലേക്ക് വരുന്ന പണത്തിൻ്റെ 80% ഈ മലബാറിൽ നിന്നാണ് വന്നത്. അങ്ങനെ നമ്മൾ ഈ മലബാറിലെ ജനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശരിക്കും ഈ കോളനി ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. മലബാറും സർക്കാരും തമ്മിലുള്ള ബന്ധം കോളനിയും ഈ ഇമ്പീരിയൽ പവറും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറയുന്നതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം ഡാറ്റ പരിശോധിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഡാറ്റയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. ഇങ്ങനെയുള്ള പഠനത്തിൻ്റെ പുറമെ പഠനം നടത്തിക്കൊണ്ട് മാത്രമേ നമുക്കിനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ UN, യുനെസ്കോ പോലെയുള്ള സംഘടനകൾ നോളജ് എക്കോണമി, നോളജ് സൊസൈറ്റി എന്ന് പറയുന്ന ടേംസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രില്യൺസ് ബില്യൺസ് ഒക്കെ ഡോളറുകൾ ഓരോ വർഷവും ഗവേഷണത്തിന്, സാമൂഹ്യ ശാസ്ത്ര ഗവേഷണത്തിന് ചെലവഴിച്ചിട്ട് അടുത്ത വർഷം എങ്ങനെ ആയിരിക്കണം, അടുത്ത ഡെക്കേഡിൽ എങ്ങനെ ആയിരിക്കണം, അടുത്ത 30 വർഷത്തേക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് വിഷൻ കണ്ട് അതിന് ആളുകളെ ഒരുമിപ്പിച്ച് കൂട്ടി അതിന് ഫണ്ട് ചെയ്ത് അങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതും സൊസൈറ്റീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും. അത്തരം കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ, അങ്ങനെയൊന്നും നടക്കുന്നത് അറിയാതെ
അവരൊക്കെ എന്തോ സമൂഹത്തിൽ വെറുതെ സമയം കളയുന്ന ആളുകളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കാതെ അത്തരം പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മുടെ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷണൽ ഡാറ്റ അനാലിസിസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഈ സെൻറ്റർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തിരിച്ചറിയുകയും നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നമ്മുടെ പ്രൊഫസർ KKN കുറുപ്പ് സാർ. അദ്ദേഹത്തിന് ആ കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള പിന്തുണ വേണ്ടത്ര ലഭ്യമായില്ല എന്ന് അദ്ദേഹം വിഷമത്തോടെ പറയുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും. ഇനി നിലവിൽ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയൊക്കെ പ്രശ്നമുണ്ടോ, ജനസംഖ്യ കുറഞ്ഞു വരല്ലേ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിലെ ഓരോ സ്കൂളിലും എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, സർക്കാർ നൽകുന്നുണ്ട്. നമുക്കതിൽ ചെറിയൊരു ചില കണക്കുകൂട്ടൽ നടത്തി കഴിഞ്ഞാൽ ഓരോ പ്രദേശങ്ങളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ ഒക്കെ കണക്കുകൾ ഉണ്ടാക്കാം. എവിടെയൊക്കെയാണ് ജനങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്, എവിടെയൊക്കെയാണ് അങ്ങനെ കുറയാത്തത്, എവിടെയൊക്കെയാണ് എക്സസ് കിടക്കുന്നത്, എവിടെയൊക്കെയാണ് കുട്ടികൾക്ക് അവസരങ്ങളില്ലാത്തത്, ഇതൊക്കെ കൃത്യമായി ചിത്രം വരച്ച പോലെ നമുക്ക് ഡാറ്റകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ആരും അത് നോക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കഴിഞ്ഞ 2019 മുതൽ 2025 വരെയുള്ള 6 വർഷത്തെ കണക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ സെക്ടറിലും LP സ്കൂളുകൾ മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിൽ നിന്ന് തെക്കും വടക്കും തമ്മിൽ ഭീകരമായ അന്തരം നിലനിൽക്കുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1000 കുട്ടികൾ +2 പാസ്സായി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ 110 കുട്ടികൾക്കാണ് ഡിഗ്രി സീറ്റ് ഉള്ളത്. അതേസമയത്ത് പത്തനംതിട്ട ജില്ലയിൽ 560 കുട്ടികൾക്ക് സീറ്റ്, അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലാണെങ്കിൽ 620 സീറ്റ്. ഇങ്ങനെ ഇനിയും മറ്റ് നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രൈമറി സ്കൂളുകളിൽ നിരവധി അധ്യാപക അവസരം വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് ജനങ്ങൾക്ക് TTC പഠിക്കണം, DLED എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ TTCയുടെ അപേക്ഷ ക്ഷണിച്ച സമയമാണ്. ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നമുക്കറിയാം ഓൺലൈൻ സംവിധാനം ഇല്ല. നോളജ് സൊസൈറ്റി ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു ടീമാണ് നമ്മൾ. നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഈ TTCക്ക് ഇല്ല. +2 വരെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. മാത്രമല്ല, അതാത് ജില്ലകളിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ, ഒരു ജില്ലയിൽ മാത്രം ഹാർഡ് കോപ്പി. അപ്പോൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 5-ൽ 1 നിൽക്കുന്ന മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ഈ മലബാർ മേഖല, 65% മലബാർ മേഖലയിലാണ് കുട്ടികൾ. അവർക്ക് TTCക്ക് സീറ്റ് ഉണ്ടോ? ഇത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് സീറ്റ് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ മലപ്പുറത്ത് 1000 കുട്ടികൾക്ക് 2 സീറ്റാണുള്ളത് TTCക്ക്, പത്തനംതിട്ട 30 സീറ്റാണുള്ളത്. ഈ തെക്കും വടക്കും തമ്മിലുള്ള അന്തരം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വിലയുടെ അന്തരമാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ഇവിടെ ഒരാളുടെ വില 2 ആണെങ്കിൽ മറ്റേ ആളുടേത് അതിൻ്റെ 15 ഇരട്ടിയാണ്. ഈ രീതിയിൽ പൗരന്മാരുടെ വാല്യൂ കുറച്ച് കാണിക്കുകയും ഈ വലിയ തോതിലുള്ള ഒരു ഡിസ്പാരിറ്റിയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നത് വെറും ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. നമ്മൾ അതിന് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി? ഇവിടെ വഴി എന്താണ്? LDF അത് ചെയ്തു, UDF ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം നമ്മളെല്ലാവരും ആ വിഷയത്തിൽ ഒന്നിക്കുകയാണ് വേണ്ടത്. എല്ലാവരും കൈകോർത്ത് പിടിച്ച് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ആവശ്യത്തിന് സ്കൂളുകളും കോളേജുകളും കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സർക്കാർ ഉള്ളത്. സർക്കാർ എന്തിനുള്ളതാണ്? നമ്മൾ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ പറയുമ്പോൾ വീണ്ടും പിരിവ് കൊടുക്കാനാണോ? നമ്മളെത്ര ടാക്സ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ടാക്സിന് തിരിച്ച് വാങ്ങണ്ടേ? അത് വാങ്ങാനും ചോദിക്കാനുമുള്ള ഒരു സംവിധാനം നമുക്ക് വേണ്ടേ? ഇപ്പം നേരത്തെ CHനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഒരു ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ എൻ്റെ അടുത്ത് വരുന്നത്, ഒരു സ്കൂൾ തുടങ്ങാൻ വേണ്ടി ആരും വരുന്നില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയണം. അപ്പം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല, ഏത് പാർട്ടിയുടെയും പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. അവസരങ്ങളും പൊതുവിഭവം പിടിച്ചു വാങ്ങാനുള്ള കഴിവ് അത് നമുക്ക് നിലവിൽ ഇല്ലാതെ പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സംഗതിയാണ്. അവിഹിതമായ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ജനസംഖ്യാനുപാതികമായി നമ്മൾ കൊടുക്കുന്ന ടാക്സിന് ആനുപാതികമായി നമുക്ക് കിട്ടണം. അത് നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങണം. മലപ്പുറത്തെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് മാറ്റി വെച്ചത് നമുക്കറിയാം.
മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിൻ്റെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ഇപ്പോഴും മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യത്തിന് കോഴിക്കോട്ടേക്കാണ് അവരൊക്കെ വരുന്നത്. എന്നാൽ അങ്ങനെയല്ല മറ്റു ജില്ലകളിൽ ഉണ്ടായത്. അപ്പം നമ്മളിങ്ങനെ കേസുകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വേറൊരു ഉദാഹരണം, എടരിക്കോട് ഒരു സ്കൂളുണ്ട്, പ്രസിദ്ധമായ സ്കൂൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സ്കൂളാണ്. 2100 കുട്ടികളാണ് 10ാം ക്ലാസ് അവിടെ എഴുതിയത് കഴിഞ്ഞ വർഷം. അതിൻ്റെ മുമ്പത്തെ വർഷം 1900 കുട്ടികളാണ്. കുട്ടികൾ കൂടി വരികയാണ്. അവിടെ ആകെ 7 ബാച്ച് ഹയർ സെക്കൻഡറി ബാച്ചുകളാണുള്ളത്. 7 × 50 350 കുട്ടികൾക്കാണ് അവിടെ +1 അഡ്മിഷൻ ഉള്ളൂ. 2000 കുട്ടികൾ 2100 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ 350 കുട്ടികൾക്കുള്ള അവസരമാണുള്ളത്. അതിനെ മറികടക്കാൻ എല്ലാ കൊല്ലവും 30% മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 30% കൂടി അധികം കൊടുക്കും. 100 കുട്ടികൾ കൂടി അധികം അഡ്മിഷൻ കിട്ടും. എന്നാൽ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ല ഒട്ടാകെ 1900 കുട്ടികളാണ് കഴിഞ്ഞ വർഷം SLC പരീക്ഷ എഴുതിയത്. ഒരു വിദ്യാഭ്യാസ ജില്ലയിലെ 34 ഹൈസ്കൂളുകളിലായി എഴുതിയ കുട്ടികളെക്കാളും കുട്ടികൾ ഒരു സ്കൂളിൽ എഴുതുന്നു. അവിടെ 24 ബാച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം അവിടെ പല സ്കൂളുകളിലും കുട്ടികളില്ലാതെ അധ്യാപകരുടെ ജോലി പോകുന്ന പേടിയിലാണ്. അപ്പോൾ ഈ തെക്കൻ മേഖലയുടെ ഓവർ റെപ്രസെൻറ്റേഷൻ ഇൻ ബ്യൂറോക്രസി, അതാണ് ഈ സംവിധാനത്തിൽ ഒരു പേടി വരാൻ കാരണം. പുതിയൊരു ബാച്ച് കൊടുക്കുമ്പോഴേക്ക് അധ്യാപകരെ പോസ്റ്റ് പോകുമോ എന്ന പേടി വരാനുള്ള കാരണം. ഞങ്ങളൊക്കെ +2 പഠിക്കുന്ന 2000 കാലഘട്ടത്തിലും മാർജിനൽ ഇൻക്രീസ് ഉണ്ട്. 25 കൊല്ലത്തിന് ഇപ്പോഴും മാർജിനൽ ഇൻക്രീസാണ്. കുത്തി നിറച്ച ഈ കുട്ടികൾ നല്ല മിടുക്കരായ 100% മാർക്കുള്ള കുട്ടികളും ഞിങ്ങി നെരുങ്ങി മര്യാദക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത മുറികളിലിരുന്ന് +2 പഠിക്കേണ്ട അവസ്ഥ. എന്നിട്ട് ഈ +2 അധ്യാപകരെ വഴക്ക് പറയലാണ് കോളേജ് അധ്യാപകരുടെ പണി. നിങ്ങളവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, നിങ്ങൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല, കണക്ക് കൂട്ടാനറിയില്ല, കുറക്കാനറിയില്ല, പേരെഴുതാനറിയില്ല. ഇതൊക്കെ ഇത്തരം ബ്ലെയിമുകൾ നമ്മൾ താഴോട്ട് കൊടുക്കും. ഹയർ സെക്കൻഡറിക്കാർ ഹൈസ്കൂൾ അധ്യാപകരെ കുറ്റം പറയും, ഹൈസ്കൂൾ അധ്യാപകർ LP സ്കൂൾ അധ്യാപകരെ കുറ്റം പറയും. ഇങ്ങനെ കുറ്റം പറയൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്നത്. മറ്റുള്ളവരുടെ മേളിൽ എല്ലാത്തിൻ്റെയും പഴിചാരി നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, നമ്മൾ ഈ വിജ്ഞാനിക സമൂഹത്തിൻ്റെ ഒരു കാര്യം, അതിന് 4 പില്ലറുകളാണ് യുനെസ്കോ കണ്ടെത്തിയിട്ടുള്ളത്. 4 പില്ലറുകൾ സ്ട്രോങ് ആയാൽ മാത്രമാണ് ഈ വിജ്ഞാന സമൂഹം ഉണ്ടാവുള്ളൂ. അതിലൊന്ന് സാംസ്കാരിക വൈവിധ്യമാണ്. ആ വൈവിധ്യത്തിനെ പുണരാനും വൈവിധ്യവൽക്കരണത്തിനും വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് കണ്ടെത്തിയ പഠന ഫലങ്ങളാണിത്. വെറുതെ ഒരു പില്ലർ ഉണ്ടാക്കിയതല്ല. അതിൽ ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളെ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ശ്രമിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ ബ്യൂറോക്രസിയിലായാലും അല്ലെങ്കിൽ ഇലക്ട്രേറ്റിലായാലും അല്ലെങ്കിൽ ഏത് മേഖലയിലായാലും വൈവിധ്യങ്ങളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. 2 ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷനാണ്. അതാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖല. എല്ലാവർക്കും ഒരേപോലെയുള്ള ആക്സസ് വിദ്യാഭ്യാസത്തിന് വേണം എന്നുള്ളതാണ്. 3ാമത്തെ പോയിന്റ് യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ ഇൻ ദ പബ്ലിക് ഡൊമൈൻ എന്നുള്ളതാണ്. വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും ലഭ്യമായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആഴം വ്യക്തമാവും. 4ാമത്തത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്വയം പ്രകാശിപ്പിക്കാനുള്ള കഴിവുകൾ, സ്വാതന്ത്ര്യമാണ് 4ാമത്തെ പില്ലർ. ഈ 4 പില്ലറുകളുടെ മുകളിൽ പടർത്തിയെത്തുന്ന ഈ നോളജ് സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനത്തിൽ മലബാറിന് സ്ഥാനമുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം, ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇത് ചർച്ച ചെയ്യുന്നതിനാണ് മലബാർ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.